ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജീനസ് സ്റ്റഫൈലോകോക്കസും ജീനസ് സ്ട്രെപ്റ്റോകോക്കസും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലാബ് ഡയഗ്നോസിസ് ചോദിച്ചിട്ടുണ്ടല്ലോ എന്ന്. ശരിയാണ്. അപ്പോൾ നിങ്ങൾ വിഷമിക്കണ്ട, ഈ ഒരു എൻറ്റയർ ക്ലാസ് കഴിഞ്ഞിട്ട്, ഐ മീൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോയും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ആയിട്ട് ഈ സ്റ്റഫൈലോകോക്കസ് സ്ട്രെപ്റ്റോകോക്കസ് അതിൻ്റെയൊക്കെ ലാബ് ഡയഗ്നോസിസ് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ബോറടിക്കുമെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ ലാസ്റ്റ് ഇത് കേട്ടാൽ മതി. അപ്പോൾ മൈക്രോബയോളജി എന്ന് പറയുന്ന നമ്മൾ ഈ ഒരു പാത്തജനിക് ഓർഗാനിസത്തിന്റെ ഈ ഒരു ക്ലാസ് വന്നപ്പം നമ്മുടെ സിലബസിൽ നിങ്ങൾ നോക്കിയാൽ പറയും, നമുക്ക് കാണാനായിട്ട് പറ്റും, ഇഷ്ടം പോലെ അതില് സ്പെസിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ല ഇന്ന ഓർഗാനിസം ആണ് പഠിക്കേണ്ടതെന്ന്. എല്ലാ ഓർഗാനിസത്തിനെയും പഠിക്കണം എന്നാണ് അർത്ഥം, ഐ മീൻ. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് പറയാൻ പറ്റില്ല എന്തോരം പഠിക്കണമെന്ന്. കാരണം 100-ലധികം മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് മൈക്രോബയോളജിയിൽ. ആസ് വേ ഉള്ളത് നമ്മളൊരു BSc നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. നമ്മളൊരു മൈക്രോബയോളജിസ്റ്റ് ആയിരുന്നെങ്കിൽ ഒബ്വിയസ്ലി നമ്മളത് അറിഞ്ഞിരിക്കണമായിരുന്നു. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമാണ് ഞാൻ ഇതിൽ എടുക്കുന്നത്. ഈ ഗ്രാം പോസിറ്റീവ് കോക്ക എന്ന് പറയുന്നത് സ്റ്റഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, പിന്നെ എൻട്രോകോക്കസ് അതൊന്നും അല്ല. ഇതിൽ കൂടുതലുണ്ട്. പക്ഷെ കൂടുതലും ക്വസ്റ്റ്യൻസിൽ വന്നത് ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. അല്ലാതെ ഇതിൽ ഒത്തിരി മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പൊ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതെടുക്കാം. മീൻസ് HIV, മൈക്കോബാക്ടീരിയം, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചനുസരിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എടുത്തു തരാനാണ് ഇപ്പൊ നിലവിൽ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100-ലധികം മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതിപ്പോ നമ്മളാണെങ്കിലും നമുക്ക് ഒരു എക്സാമിന് തലേന്ന് നമ്മൾ അത്രയൊന്നും പഠിക്കത്തില്ല, അത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബാക്കി ഇൻഫെക്ഷൻ കൺട്രോൾ നിങ്ങൾക്ക് അവിടെ 38 മാർക്ക് ഉണ്ട്. ഇൻഫെക്ഷൻ കൺട്രോള് അത് നല്ലപോലെ പഠിക്കുക. ആൻഡ് ബാക്കി ഈ ഒരു പാത്തജനിക് ഓർഗാനിസത്തിന് പുറമെയുള്ള ചാപ്റ്റേഴ്സ് നല്ലോണം പഠിക്കുക. ആൻഡ് ഇത് നിങ്ങൾ പറ്റുന്ന അനുസരിച്ച് പ്രീവിയസ് ഇയറിൽ കണ്ടതും ഇതും ഒക്കെ പഠിക്കാനായിട്ട് നോക്കുക. ഞാൻ തന്നതൊക്കെ പഠിക്കുക. ഓക്കെ, പിന്നെ ലാബ് ഡയഗ്നോസിസിന്റെ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം. അപ്പൊ നമ്മൾ ജീനസ് സ്റ്റഫൈലോകോക്കസ് എന്ന് പറയുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റഫൈലോകോക്കസ് ഓറസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിച്ചത് സ്ട്രെപ്റ്റോകോക്കസും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്ട്രെപ്റ്റോകോക്ക എന്താടാ ഒന്നോടെ നമുക്ക് റിവൈസ് ചെയ്തിട്ട് പോവാം, എന്നാലാണ് നിങ്ങൾക്ക് ഓർത്തിരിക്കുള്ളൂ. ഈ ഒരു സബ്ജക്റ്റ് കേൾക്കുമ്പോൾ എളുപ്പമായിരിക്കും. പിന്നെ പഠിച്ചാലാണ്, റിവൈസ് ചെയ്താലാണ് അത് ഓർത്തിരിക്കത്തുള്ളൂ. സോ സ്ട്രെപ്റ്റോകോക്ക എന്ന് പറയുന്നത് ഗ്രാം പോസിറ്റീവ് ആണ്, ഫാക്കൽറ്റേറ്റീവ്ലി അനേറോബ്സ് ആണ്, നോൺ മോട്ടൈൽ ആണ്, നോൺ സ്പോറിലേറ്റിംഗ് ആണ്. പിന്നെ എന്താണ്, അത് സ്പിറിക്കൽ ആണ് അല്ലെങ്കിൽ ഓവൽ സെൽസ് ആണ്. ഇത് പെയർ ആയിട്ട് ഫോം ചെയ്യും, ചെയിൻ ആയിട്ട് ഫോം ചെയ്യും. പിന്നെ അതെന്താണ്, കാറ്റലൈസ് നെഗറ്റീവ് ആണ്. കാറ്റലൈസ് നെഗറ്റീവ് എന്ന് പറയുന്നത് സ്റ്റഫൈലോകോക്കസ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസം കാറ്റലൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം എന്താണ് സിന്തസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ സ്ട്രെപ്റ്റോകോക്ക എന്താണ്, കാറ്റലൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം സിന്തസൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അതിനെ, ഈ ഒരു സ്ട്രെപ്റ്റോകോക്കയെ കാറ്റലൈസ് നെഗറ്റീവ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, പിന്നെ അതിന് ഹീമോലൈസിസ് ടൈപ്പ് അനുസരിച്ച് നമ്മൾ അതിനെ ആൽഫ, ബീറ്റ, ഗാമ എന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആൽഫ എന്ന് പറയുന്നത് പാർഷ്യൽ ഹീമോലൈസിൻ എന്ന് പറയുന്ന ഒരു എൻസൈം വഴി നമ്മുടെ ബ്ലഡ് സെൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അപ്പോ അതില് ആൽഫ എന്ന് പറയുന്നത് ആൽഫ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കെ എന്ന് പറയുന്നത് അത് എന്താണ്, പാർഷ്യലായിട്ട്, അതായത് കംപ്ലീറ്റ് ആയിട്ട് അവിടെ റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ എന്താണ് വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ബ്ലഡ് സെൽസ് അവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഏതാണ്, ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കയാണ്. പിന്നെ ഉള്ളതാണ് എന്താ പറയുന്നത്, ഹീമോലൈസിസ് ചെയ്യാത്ത, അതായത് ബ്രേക്ക് ഡൗൺ ചെയ്യാത്ത ഒരു ഇതാണ് നൺ എന്ന് പറയുന്നത്. അതായത് അവിടെ ബ്രേക്ക് ഡൗൺ ഒന്നും നടക്കത്തില്ല. അതിന്റെ എക്സാമ്പിൾ ആണ് എൻട്രോകോക്കെ. എൻട്രോകോക്ക എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒരു കമൻസാൽ ആണ്. കമൻസാൽ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ നാച്ചുറൽ ആയിട്ട് ഉള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആൽഫയുടെ വിരിഡൻ സ്ട്രെപ്റ്റോകോക്കയും
ആൻഡ് ബീറ്റയുടെ സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ്, അതാണ് ഏറ്റവും പാത്തജനിക് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് എൻട്രോകോക്കെ, അത് അത്ര പാത്തജനിക് അല്ല. ഓക്കെ, ഇനി അതിന്റെ ക്ലാസിഫിക്കേഷൻ ഇതുപോലൊക്കെ തന്നെയാണ്. അതായത് എയറോബ്സും ഫാക്കൾറ്റേറ്റീവ്ലി എയറോബ്സും നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആൽഫ, ബീറ്റ, ഗാമ, അതായത് ആൽഫ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കെ, ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കെ, ഗാമ ഹീമോലൈറ്റിക്, പിന്നെ ഒബ്ലിഗേറ്റ് എനറോബ്സ്, അതാണ് പെപ്റ്റോ സ്ട്രെപ്റ്റോകോക്കെ. അത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസിനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതേതാണ്? ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കെ. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു. ഈ ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കെ മെഡ്സർജിൽ റുമാറ്റിക് ഹേർട്ട് ഡിസീസ് പഠിച്ച ഒരാൾക്ക് ഇത് പെട്ടെന്ന് കിട്ടും. ഐ മീൻ ആ ഒരു ഇതില് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കെയാണ് എന്തുണ്ടാക്കുന്നത്? റുമാറ്റിക് ഹേർട്ട് ഡിസീസ് വരാനായിട്ടുള്ള ചാൻസ് നമുക്ക് തരുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഡിസീസും ഇത് നിറയെ ഉണ്ടാക്കുന്നുണ്ട്, കുറെ ഡിസീസ്. അതാണ് പാത്തജെനിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്താണ്? ഇൻഡിവിജ്വൽ കോക്കി സ്പിറിക്കൽ ആണ്, ഓവിയോഡ് ആണ്, ചെയിൻ ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇതിന്റെ ഇപ്പൊ ഞാൻ പറയാം, ഇങ്ങനെ രണ്ട് ചെയിൻ തന്നേക്കുവാണ്. ഇതിൽ ഏറ്റവും വിറുലന്റ് ഏതാണ്, അല്ലെങ്കിൽ ഇത് രണ്ടിലും ഏറ്റവും കൂടുതൽ ഡിസീസ് കോസ് ചെയ്യാൻ പറ്റുന്ന ഏതാന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അതിന് ഒരു ബന്ധവുമില്ല. ഡിസീസ് കോസ് ചെയ്യുന്നതിന് ഈ ഒരു ലെങ്ത്തിന് ഒരു ബന്ധമില്ല. ഈ ബന്ധം ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും അത് ഡിസീസ് കോസ് ചെയ്യാനായിട്ട് അത്രയും അപകടകരമായിട്ട് പറ്റും. ഓക്കെ, അത്രയും ഓക്കെ ആണല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് എന്താണ്? ക്യാപ്സ്യൂള് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് എന്തും കണ്ട ഉണ്ടാക്കിയെന്നാണ് നമ്മൾ പഠിച്ചത്? ഹൈലൂറോണിക് ആസിഡും കണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ബീറ്റ ഹീമോലൈറ്റിക് ഓൺ ബ്ലഡ് അഗർ, അതായത് നമ്മൾ കൾച്ചർ മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു കൾച്ചർ മെത്തേഡ്സിൽ നമ്മൾ ബ്ലഡ് അഗർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ബ്ലഡ് അഗർ യൂസ് ചെയ്തപ്പോൾ ഇത് ബീറ്റ ഹീമോലൈറ്റിക് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ബ്ലഡ് സെൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ലൈസിസ് എന്ന് പറയുന്നത് എന്താണ്? ബ്രേക്ക് ഡൗൺ ആണ്. ഓക്കെ, ഇനി എന്താണ്? അതിന്റെ ആന്റിജനിക് സ്ട്രക്ചർ ആണ്. എന്തൊക്കെ ടോക്സിൻസ് ആണ് ഉള്ളത്, അതുപോലെ തന്നെ എൻസൈംസ് ആണ് ഉള്ളത്. അപ്പൊ എൻസൈംസ് ആണ് സ്ട്രെപ്റ്റോകൈനേസ്, DNA-സ്, ഹൈലോനൂറിഡേസ്, പിന്നെ ഉള്ളതാണ് ടോക്സിൻ, പയോജനിക് ടോക്സിൻ, പിന്നെ ഹീമോലൈസിൻ, സ്ട്രെപ്റ്റോലൈസിൻ ഓയും ഉണ്ട്, സ്ട്രെപ്റ്റോലൈസിൻ എസും ഉണ്ട്. ഓക്കെ, ഇനി അതിന്റെ പാത്തോജനസിസിൽ വരുന്നതാണ് എറീസ് സെഫലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു പസ് ഫോമിംഗ് ആയിട്ടുള്ളൊരു, അതായത് സപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞത്, പസ് ഫോമിംഗ് ആയിട്ടുള്ള പസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊരു ലിംഫാറ്റിക് ഇൻഫെക്ഷൻ ആണ്. ഇത് ലിംഫിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ലിംഫില് പിന്നീട് അത് ബ്ലഡിലേക്ക് സ്പ്രെഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സെല്ലുലൈറ്റിസ് നമ്മൾ സ്റ്റഫൈലോകോക്കസിലും പഠിച്ചിട്ടുണ്ട്, സ്ട്രെപ്റ്റോകോക്കസിലും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളതാണ് നെക്രോട്ടൈസിങ് ഫാസൈറ്റിസ്, അതായത് ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ. നിങ്ങൾ അത് ഓർത്താൽ മതി. ചില ബാക്ടീരിയാസ്, അതായത് ഇതിലെ ഒരു സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയയിൽ ചില ബാക്ടീരിയ, ഫാസിയ എന്താണെന്ന് അറിയാലോ? ഫാസിയ എന്ന് പറയുന്നത് നമ്മുടെ മസിൽസും ബ്ലഡ് വെസൽസും അതുപോലെ അതിന്റെ നെർവ്സും ജോയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടഫ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഈ മസിൽസും ബ്ലഡ് വെസൽസും നെർവ്സും എല്ലാം എൻക്ലോസ് ചെയ്യുന്നത് ഫാസിയ വഴിയാണ്. അപ്പൊ ഈ ഒരു ഫാസിയയിൽ എന്താണ്? ആദ്യം എന്താണ്? സ്കിന്നിൽ നെക്രോസിസ് നടക്കും. നെക്രോസിസ് എന്ന് പറയുന്നത് അവിടെ ഡെത്ത് എന്നാണ് അർത്ഥം. അത് കഴിഞ്ഞിട്ട് ടിഷ്യൂവിൽ വന്ന് പിന്നീട് അത് ഡീപ്പായിട്ട് വന്നു, അതായത് ടിഷ്യൂ കഴിഞ്ഞിട്ട് പിന്നെ ഡെപ്ത് ആയിട്ട് അവിടേക്ക് പോയിട്ട് പിന്നെ നമ്മുടെ ഇവിടം വരെ നമ്മുടെ കൈയുടെ ഇവിടം വരെ ഫ്ലഷ് വരെ തിന്നാനായിട്ട് പറ്റും. അതാണ് നെക്രോട്ടൈസിങ് എന്ന് പറയുന്നത്. പിന്നെയാണ് പ്യൂറൽ ഫീവർ എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി എന്താണ്? ഡെലിവറി കഴിഞ്ഞിട്ട് യൂട്രസിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്, അതായത് ബാക്ടീരിയ വരുന്നതാണ്. ഓക്കെ, പിന്നെ ബാക്ടീരിയമ എന്ന് പറയുന്നത് ബ്ലഡില് എന്താണ്? ബാക്ടീരിയയുടെ ഒരു പ്രസൻസ്, അതാണ്. അപ്പൊ ഏതൊക്കെയാണ് ഇത് ഇമ്പോർട്ടന്റ് ആണ്? എറിസെഫലാസ്, സെല്ലുലൈറ്റിസ്, നെക്രോട്ടൈസിങ് ഫാസൈറ്റിസ്, പ്യൂറൽ ഫീവർ, ബാക്ടീരിയമ ഓർ സെപ്സിസ്. പിന്നെ ഉള്ളതാണ് സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം. ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റഫൈലോകോക്കസ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളതാണ് സ്കാർലറ്റ് ഫീവർ എന്ന് പറയുന്നത് ഫസ്റ്റ് എന്താണ്? ഫാരഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഐറ്റിസ് എന്ന് പറയുന്നത് എന്തിലും ഐറ്റിസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്ലമേഷൻ. അപ്പോൾ ഇൻഫ്ലമേഷൻ ഓൺ ഫാരിങ്സ്, സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻ. അത് യൂഷ്വലി എക്സോടോക്സിൻ വഴിയാണ് ഈ ഒരു സ്കാർലറ്റ് ഫീവർ ഉണ്ടാവുന്നത്. ആൻഡ് ആദ്യത്തെ ഒരു 24 മണിക്കൂറിനകം, ട്രങ്ക് എന്ന് ഉദ്ദേശിക്കുന്ന അവിടെ ബോഡി എന്നാണ് കേട്ടോ അർത്ഥം. ആ ഒരു 24 മണിക്കൂറിനകം നമ്മുടെ ഈ ഒരു ബോഡിയിൽ ഫുള്ളും എന്താണ്? റാഷസ് വരും.
ഇതുപോലെ ഇങ്ങനെ റാഷസ് വന്നിട്ട്, പിന്നെ എക്സ്ട്രീമിറ്റീസ് എന്ന് പറയുമ്പോൾ താഴത്തേക്ക്, താഴെ എക്സ്ട്രീമിറ്റി താഴെ എന്ന് പറയും, എക്സ്ട്രീം താഴെ, അങ്ങനെ ഓർക്കുക, അത് വരും. അതാണ് സ്കാർലറ്റ് ഫീവർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളതാണ് സ്ട്രെപ്റ്റോകോക്കൽ സോർ ത്രോട്ട്, പിന്നെ ഉള്ളതാണ് സ്ട്രെപ്റ്റോകോക്കൽ പയോഡമ, അതായത് പസ് ഫോമിംഗ് ആയിട്ടുള്ളത്, പിന്നെ അക്യൂട്ട് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്, പിന്നെ ഉള്ളതാണ് റുമാറ്റിക് ഫീവർ. റുമാറ്റിക് ഫീവർ പിന്നീട് എന്താണ് റുമാറ്റിക് ഹേർട്ട് ഡിസീസ് ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ പെനിൻസിലിൻ ജി ആണ് അതിന്റെ ട്രീറ്റ്മെന്റ്. പിന്നെ മാക്രോലൈറ്റ്സ്, എറിത്രോമൈസിൻ, ക്ലിൻഡാമൈസിൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ സ്ട്രെപ്റ്റോകോക്കസ് അഗ്ലാറ്റിയെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ബീറ്റ ഹീമോലൈറ്റിക് ആണ്. ഇത് നോർമൽ ആയിട്ട് 5 to 30% ഓഫ് വുമന്റെ ഒരു നോർമൽ ഫ്ലോറ കമൻസാൽ ആണ്. കമൻസാൽ എന്ന് പറയുമ്പോൾ നോർമൽ ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഉള്ളത്. ഓക്കെ, അത് നമ്മുടെ വജൈനൽ ഫ്ലോറയിലാണ് ഉള്ളത്. ഇത് യൂഷ്വലി മെനിഞ്ചൈറ്റിസ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇത് ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, അത് ഡൈപ്ലോകോക്കയാണ്. ഒരു എന്താ പറയുന്നത്, ലാസൻ ഷേപ്പില് ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഒരു ഡൈപ്ലോകോക്കെ ന്യൂമോണിയ ആണ്. അതുപോലെ തന്നെ മറ്റേ ഒരു സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസിന്റെ ക്യാപ്സ്യൂള് ഹൈലൂറോണിക് ആസിഡ് ആണെങ്കിൽ സോറി, ഇവിടത്തെ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് പോളിസാക്രൈഡ് ആണ്. ഓക്കെ, പിന്നെ ഇത് യൂഷ്വലി നമ്മുടെ ഈ ഒരു സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിന്റെ ഒരു നോർമൽ ഇൻഹാബിറ്റൻസ് ആണ്. പക്ഷേ നമുക്കറിയാം ചില കേസസിൽ സൈനസൈറ്റിസ്, ബ്രോങ്കൈറ്റിസ്, ബാക്ടീരിയം ഇതൊക്കെ വന്നിട്ട് നമുക്ക് ന്യൂമോണിയ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ, യൂഷ്വലി നമ്മുടെ മ്യൂക്കസ് ഇല്ലേ, നമ്മുടെ മ്യൂക്കസ് മെമ്പറൻ അത്രയും ടഫായിട്ട് ആണ് വെച്ചിരിക്കുന്നത് നമുക്ക് ഒരു ഇൻഫെക്ഷൻ വരാതിരിക്കുമ്പോൾ. പക്ഷെ വേറെ ഏതെങ്കിലും അസുഖം വന്നിട്ട് ഈ എന്താ പറയുന്നത്, ഈ ഫോർ എക്സാമ്പിൾ ലങ് പാരൻകൈമ എന്ന് പറയുമ്പോൾ ലങ്ങിന്റെ ടിഷ്യൂസ് ഡാമേജ് വന്ന് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ഒരു ന്യൂമോണിയ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ന്യൂമോണിയ സെൽവാൾ എന്ന് പറഞ്ഞ പെപ്റ്റിഡോഗ്ലൈക്കൺ ടീക്കോയിക് ആസിഡ് ആണ്. സ്ട്രെപ്റ്റോകോക്കെ പോലെ തന്നെ ക്യാപ്സുലർ പോളിസാക്രൈഡ് ആണ്. അപ്പൊ അഡൽട്സിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ 75% ഓഫ് കേസസ് ഈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ വഴിയാണ് ഉള്ളത്. പിന്നെ എന്താ പറയുന്നത്, ഫീവർ ഉണ്ടാവും. സ്പ്യൂട്ടം എന്ന് പറയുന്നത്, നമ്മുടെ കഫം എന്ന് പറയുന്നത് ബ്ലഡി കളർ അല്ലെങ്കിൽ റെസ്റ്റി തുരുമ്പെടുത്ത പോലെ കളർ ആയിരിക്കും. അതുപോലെ തന്നെ ഏർലി ഇൻ ദ ഡിസീസ് വെൻ ഫീവർ ഈസ് ഹൈ. പിന്നെ ബാക്ടീരിയമി ഉണ്ടാവും. പിന്നെ ലോസ് ഓഫ് നാച്ചുറൽ റെസിസ്റ്റൻസ്, അതായത് യൂഷ്വലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ നോർമൽ ഫ്ലോറ, നോർമലായിട്ട് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഉള്ള ഒരു സംഭവമാണ്. പക്ഷെ വേറെ എന്തെങ്കിലും അലർജി, ആൽക്കഹോള്, അബ്നോർമൽ അക്യുമുലേഷൻ ഓഫ് മ്യൂക്കസ്, അതായത് അലർജീസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ആ ഒരു റെസിസ്റ്റൻസ് നഷ്ടമാവുന്നത്. അപ്പൊ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ പഠിച്ചല്ലോ. അതിന്റെ ട്രീറ്റ്മെന്റ് ആണ് പെനിൻസിലിൻ ജി, പിന്നെ വാങ്കോമൈസിൻ, പിന്നെ എൻട്രോകോക്കെ. അപ്പൊ എൻട്രോകോക്കെ എന്ന് പറയുന്നത് എന്താണ്, ഇത് എന്താ പറയുന്നത്, കംപ്ലീറ്റ് ആയിട്ട് ഹീമോലൈസിസ് ഇല്ല, ഒട്ടും ഹീമോലൈസിസ് ചെയ്യാത്തൊരു സംഭവമാണ്. ഇത് ഗ്രാം പോസിറ്റീവ് ആണ്, കാറ്റലൈസ് നെഗറ്റീവ് ആണ്. അതായത് കാറ്റലൈസ് നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെ കാറ്റലൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സ്ട്രെപ്റ്റോകോക്കെ കാറ്റലൈസ് നെഗറ്റീവ് ആണ്. നമുക്ക് ആ ഒരു പോയിന്റ് ആഡ് ചെയ്യാം. ഫാക്കൽറ്റേറ്റീവ്ലി അനറോബിക് ആണ്, ഓവൽ ഷേപ്ഡ് ആണ്, അറേഞ്ച്ഡ് ഇൻ എന്താണ് പെയേഴ്സ് ആണ്, ഷോർട്ട് ചെയിൻസ് ആണ്. ഏകദേശം 47 സ്പീഷീസ് ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് എൻട്രോകോക്കസ് ഫീക്കാലിസ് ആൻഡ് ഫീസിയം. ഓക്കെ, പിന്നെ എൻട്രോകോക്കെ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ആയിട്ടുള്ളതാണ്. ആൻഡ് ഉപ്പ് NaCl 6.5% നല്ലപോലെ ഗ്രോ ചെയ്യും. 10 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 45 ഡിഗ്രി സെൽഷ്യസിലും നല്ലപോലെ ഗ്രോ ചെയ്യും. ഇനി അതിന്റെ പാത്തോജെനിസിസ് എന്ന് പറയുന്നത് അതങ്ങനെ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല അതിന്റെ പാത്തോജെനിസിസ് എന്ന് പറയുന്നത്. കാരണം ഇത് UTI ഒക്കെ ചില സമയത്ത് UTI, എൻഡോകാർഡൈറ്റിസ് അതൊക്കെ വരുമ്പോഴാണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് അത്ര കുഴപ്പമില്ല. പിന്നെ പെപ്റ്റോസ്ട്രെപ്റ്റോകോക്കസ് ആണ് ഒബ്ലിഗേറ്റ്. നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ നോക്കിയപ്പോൾ നമ്മൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ, അതിനെ നമ്മൾ ലാൻഡ്സ്ഫീൽഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒബ്ലിഗേറ്റ് അനേറോബ്സ് ആണ് ഈ പെപ്റ്റോസ്ട്രെപ്റ്റോകോക്കെ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ചോദിക്കാൻ ചാൻസ് റെയർ ആണ്, എന്നാലും കുഴപ്പമില്ല. അതൊരു ഒബ്ലിഗേറ്റ് അനേറോബ്സ് ആണെന്ന് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന്റെ പസ് എന്ന് പറയുന്ന ഒരു ഫൗൾ ഒഡോർ ഒക്കെയാണ് ഉള്ളത്. ആൻഡ് അവരൊരു നോർമൽ ആയിട്ട് നമ്മുടെ പെപ്റ്റോസ്ട്രെപ്റ്റോകോക്കസ് നമ്മുടെ മൗത്തിലും അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലും ബൗവലിലും ഫീമെയിൽ ജെനൈറ്ററി ട്രാക്റ്റിലും ഒക്കെ ഉണ്ട്. ഇത് യൂഷ്വലി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷനും വോണ്ടൊക്കെ ഒക്കർ ചെയ്യുമ്പോഴില്ലേ, അതൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ
പസ് എന്ന് പറയുമ്പോൾ യൂഷ്വലി ഫൗൾ സ്മെല്ലിംഗ് ആയിരിക്കും. അപ്പൊ ഇത്രയും ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടു, നിങ്ങൾ അടുത്ത ദിവസം അത് പിന്നെ നോക്കിയില്ലെങ്കിൽ അത് മറന്നു. അപ്പൊ അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയാട്ടോ. അപ്പൊ നമുക്ക് ഗ്രാം നെഗറ്റീവ് കോക്കിയെ നോക്കാം. അതാണ് നെസേറിയ ഗൊണോറിയ ആൻഡ് നെസേറിയ മെനഞ്ചൈറ്റിഡിസ്. പറയാനൊക്കെ നല്ല കട്ടിയുള്ളതല്ലേ. എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാല്ലേ. അപ്പൊ നെസേറിയയിൽ വരുന്നതാണ് ഈ നെസേറിയ ഗൊണോറിയ ആൻഡ് നെസേറിയ മെനഞ്ചൈറ്റിഡിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് രണ്ടും നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറെ ഉണ്ടടാ, കുറെ ഗ്രാം നെഗറ്റീവ് ഉണ്ട്. പക്ഷെ എന്താണ് പറയുന്നത്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് നെസേറിയ നോക്കാം. അപ്പൊ എന്താണ് ഗ്രാം നെഗറ്റീവ് കോക്കയാണ്? ഒബ്വിയസ്ലി എന്താണ് നെസേറിയ എന്ന് പറയുന്നത് ഗ്രാം നെഗറ്റീവ് കോക്കയാണ്. അതിന്റെ ഷേപ്പ് ഓഫ് പെയേർഡ് കിഡ്നി ബീൻസ്, നമ്മുടെ പെയേർഡ് കിഡ്നി ബീൻസ് പോലെയാണ് അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. എന്താണ്? പെയേർഡ് കിഡ്നി ബീൻസ് പോലെയാണ് ഈ നെസേറിയ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതൊരു ഗ്രാം നെഗറ്റീവ് കോക്കയാണ്. ആൻഡ് ഇൻഹിബിറ്റഡ് ബൈ ടോക്സിക് ട്രേസ് മെറ്റൽസ്, ഫാറ്റി ആസിഡ് ഫൗണ്ട് ഇൻ സർട്ടൻ കൾച്ചർ മീഡിയ. അപ്പൊ ഇത് പല രീതിയിലും ഇൻഹിബിറ്റ് ആവുന്നുണ്ട്. എന്ത്? ടോക്സിക് ട്രേസ് മെറ്റൽസ്, അതായത് ട്രേസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള മെറ്റൽസ്, ടോക്സിക് ആയിട്ടുള്ള ട്രേസ് മെറ്റൽസിൽ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫാറ്റി ആസിഡ്, ചില ഫാറ്റി ആസിഡ് ഉണ്ടല്ലോ, നമ്മുടെ കൾച്ചർ മീഡിയയിലുള്ള ഫാറ്റി ആസിഡ് ഉണ്ട്, അതും ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കൾച്ചർഡ് ഓൺ ചോക്ലേറ്റ് അഗർ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് അഗർ എന്ന് പറയുന്നത് ചോക്ലേറ്റ് അല്ല. നിങ്ങൾ എൻ്റെ ക്ലാസ് ആ ഒരു ടെക്നിക്ക് ഒക്കെ പഠിച്ചവരാണെങ്കിൽ ചോക്ലേറ്റ് അഗർ എന്ന് പറയുമ്പോൾ ഒരിക്കലും ചോക്ലേറ്റ് അല്ല. അതായത് ബ്ലഡ് കുറച്ചുകൂടെ ഒന്ന് ബ്രൗണിഷ് ആയിട്ട് ഉള്ളതാണ് ഈ ഒരു ചോക്ലേറ്റ് അഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മെയിൻ ആയിട്ടും ചോക്ലേറ്റ് അഗറിലാണ് കൾച്ചർ ചെയ്യുന്നത്. ഇതെന്താണ്? ഗ്രാം നെഗറ്റീവ് കോക്കയാണ്. അതായത് പെയേർഡ് കിഡ്നി ബീൻസ് പോലെയാണ്. ആൻഡ് ഏതൊക്കെയാണ് അത് ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ടോക്സിക് ട്രേസ് മെറ്റൽസ്, പിന്നെ ഫാറ്റി ആസിഡ് ഫൗണ്ട് ഇൻ സർട്ടൻ കൾച്ചർ മീഡിയ. പിന്നെ എന്താണ് ഇത്? ചോക്ലേറ്റ് അഗർ, അതിലാണ് കൾച്ചർ ചെയ്യുന്നത്. അതായത് കണ്ടെയ്ൻ ബ്ലഡ് ഹീറ്റഡ് ടു 80 ഡിഗ്രി സെൽഷ്യസ്. അതാണ് ഇനാക്ടിവേറ്റ്സ് ദ ഇൻഹിബിറ്റേഴ്സ്, അതായത് ഇൻഹിബിറ്റേഴ്സിനെ അതിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. ഈസ് ഓക്സിഡേസ് പോസിറ്റീവ്, കണ്ടെയ്ൻ എൻസൈം സൈറ്റോക്രോം സി. അപ്പൊ ഓക്സിഡേസ് പോസിറ്റീവ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ലബോറട്ടറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ഫീനൈൽ എനിൽഡമൈൻ ടേൺസ് പർപ്പിൾ ഓർ ബ്ലാക്ക് ആസ് എ റിസൾട്ട് ഓഫ് ഓക്സിഡേഷൻ ഓഫ് റിയേജന്റ് ബൈ എൻസൈം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ആദ്യം എഴുതേണ്ട പോയിന്റ് ഗ്രാം നെഗറ്റീവ് കോക്കയാണ്. പെയേർഡ് കിഡ്നി ബീൻസ് പോലെയാണ്. ടോക്സിക് ട്രേസ് മെറ്റൽ ഫാറ്റി ആസിഡിൽ അത് ഇൻഹിബിറ്റ് ചെയ്യും. പിന്നെ കൾച്ചർ ചെയ്യുന്നത് ചോക്ലേറ്റ് അഗറിലാണ് എന്ന് നിങ്ങൾ എഴുതുക. പിന്നെ എന്താണ്? അതിനൊരു എൻസൈം ഉണ്ട്, സൈറ്റോക്രോം സി എന്ന് പറയുന്നത്. പിന്നെ അത് ഓക്സിഡേസ് പോസിറ്റീവ് ആണെന്ന് എഴുതുക. പിന്നെ ഇമ്പോർട്ടന്റ് ലബോറട്ടറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. പിന്നെ ഈ ഫിനൈലിൻ ഡൈഅമൈൻ എന്ന് പറയുന്നത് പർപ്പിൾ ഓർ ബ്ലാക്ക് ആയിട്ട് മാറും. അതെന്താണ്? ഓക്സിഡേഷന്റെ പ്രസൻസിൽ. അപ്പൊ അത്രയും ഓർത്തിരിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്, പക്ഷെ നോക്കാം. ഓക്കെ, അതാണ് നെസേറിയ എന്ന് പറയുന്നത്. അപ്പൊ ഇനിയുള്ളതാണ് നെസേറിയ ഗൊണോറിയ ആൻഡ് നെസേറിയ മെനഞ്ചൈറ്റിസ്. അപ്പൊ ഇതാണ്, സോറി കുറച്ച് ചുമയൊക്കെ ഉണ്ട്. അപ്പൊ നെസേറിയ ഗൊണോറിയ ആൻഡ് നെസേറിയ മെനഞ്ചൈറ്റിസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ നെസേറിയ മെനഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് മെനിഞ്ചോ കോക്കി എന്ന് നമുക്ക് വിളിക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ നെസേറിയ മെനഞ്ചൈറ്റിസ് മൊത്തം നോക്കും. ഇതിലെ ലബോറട്ടറി ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും ഉണ്ട്, പ്രിവെൻഷനും ഉണ്ട്. പിന്നെ നമ്മൾ നെസേറിയ ഗൊണോറിയയിൽ ലബോറട്ടറി ഡയഗ്നോസിസും ഉണ്ട്, ട്രീറ്റ്മെന്റും ഉണ്ട്. ഓക്കെ, അപ്പോ മറ്റത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒന്നാണ് നെസേറിയ മെനഞ്ചൈറ്റിസ് അല്ലെങ്കിൽ മെനിഞ്ചിയോകോക്ക്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെസേറിയ മെനഞ്ചൈറ്റിസ് അല്ലെങ്കിൽ മെനിഞ്ചോകോക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഡിസീസസ് ഏതാണ്? മെനഞ്ചൈറ്റിസും പിന്നെ മെനിഞ്ചോകോക്കീമിയ.
അപ്പോൾ നമുക്കറിയാം മെനഞ്ചൈറ്റിസ് എന്താണെന്നൊക്കെ, ബ്രെയിനിൽ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഈ ഒരു പേരിൽ നിന്ന് തന്നെ മേ ബി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നെസേരിയ മെനഞ്ചൈറ്റിസ് അല്ലെങ്കിൽ മെനിഞ്ചോ കോക്കെ. അപ്പോൾ അതിൽ വരുന്ന ഡിസീസസ് ആണ് ഏതാണ്? മെനിഞ്ചൈറ്റിസും മെനിഞ്ചോ കോക്കിമിയ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താ? നെസേരിയ മെനഞ്ചൈറ്റിസ്. ഇതിൻ്റെ വേറൊരു പേര് എന്ന് പറയുന്നത് എന്താണ്? മെനിഞ്ചോ കോക്കെ. ഇതുവഴി വരുന്ന 2 ഡിസീസസ് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്, ആ ഒരു പേരിൽ നിന്ന് തന്നെയുണ്ട്. മെനഞ്ചൈറ്റിസ്, മെനിഞ്ചോ കോക്കിമിയ. ഇതാണ് ഫസ്റ്റത്തെ നമ്മുടെ മെനഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അതാണ് മെനഞ്ചൈറ്റിസ്. പിന്നെ ഇതാണ് മെനിഞ്ചോ കോക്കിമിയ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. അപ്പോൾ പ്രൊമിനൻറ്റ് പോളിസാക്കറൈഡ് ക്യാപ്സ്യൂൾ. ഇതിലെന്താണ്? ഇതിൻ്റെ ക്യാപ്സ്യൂള്, ഇതിൻ്റെ പുറത്തായിട്ട് ഉള്ള ആ ഒരു കവറിങ് അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് പോളിസാക്കറൈഡ് ആണ്. നമ്മൾ സ്ട്രെപ്റ്റോകോക്കെ പഠിച്ചു, അതുപോലെ തന്നെ എന്താ പറയുന്നത്, സ്റ്റഫൈലോകോക്കസ് പഠിച്ചു. അപ്പോൾ അവരുടെയൊക്കെ ക്യാപ്സ്യൂൾ ഏതായിരുന്നു? മിക്കതും പോളിസാക്കറൈഡ്, ഹൈലറൂണിക് അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഏതാണ്? പോളിസാക്കറൈഡ് ക്യാപ്സ്യൂളാണ്. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു. എന്താണ്? പോളിസാക്കറൈഡ് ക്യാപ്സ്യൂളാണ്, ആൻറ്റിഫാഗോസൈറ്റിക് ആണ്, എൻഹാൻസസ് വിറുലൻസ്. അതായത് ഇങ്ങനെ ഒരു ക്യാപ്സ്യൂൾ ഉള്ളതുകൊണ്ട് തന്നെ ഫാഗോസൈറ്റിസ് എന്താണെന്നറിയാലോ. അതായത് ഫാഗോസൈറ്റിസ് എന്ന് പറയുന്നത്, ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ബോഡിയിൽ ഒരു ഫോറിൻ ബോഡി കയറി, എന്തെങ്കിലും ഒരു ബാക്ടീരിയ കയറി. അപ്പോൾ ആ ഒരു ബാക്ടീരിയയെ നമുക്ക് ആൻറ്റിജൻ എന്ന് വിളിക്കാം. ആ ഒരു ഫോറിൻ ബോഡി അല്ലെങ്കിൽ ആൻറ്റിജൻ കയറി. അപ്പോൾ നമ്മുടെ ബോഡി അതിനെതിരായിട്ട് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഫാഗോസൈറ്റോസിസ്, അതായത് ഈ വന്ന ബാക്ടീരിയനെ നശിപ്പിച്ചു കളയും. ആ ഒരു മെത്തേഡാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെനിഞ്ചോ കോക്കെ അല്ലെങ്കിൽ നെസേരിയ മെനഞ്ചൈറ്റിസിന് പോളിസാക്കറൈഡ് ക്യാപ്സ്യൂൾ ഉള്ളതുകൊണ്ട് തന്നെ ഫാഗോസൈറ്റോസിസ് അവിടെ ഈ ഒരു എന്താ പറയുക, ഞാനിപ്പോൾ പറഞ്ഞ ഒരു പ്രോസസ്സ് അവിടെ നടക്കത്തില്ല. അതുപോലെ തന്നെ എൻഹാൻസസ് വിറുലൻസ് എന്ന് പറയുന്നത് ആ ഒരു ഡിസീസ് കോസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ആഘാതം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇമ്മ്യൂണോജൻ ഇൻ വാക്സിൻ ഇൻഡ്യൂസസ് പ്രൊട്ടക്റ്റീവ് ആൻറ്റിബോഡി. ഓക്കെ, ഇമ്മ്യൂണോജൻ ഇൻ വാക്സിൻ, അതായത് നമുക്കറിയാം നമ്മൾ വാക്സിൻസ് ഒക്കെ നമ്മൾ ഈ മെനഞ്ചൈറ്റിസ് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇമ്മ്യൂണോജനായിട്ട് ആക്ട് ചെയ്യാം. അതായത് ഇതിൻ്റെ കുറച്ച് പോർഷൻ എടുത്തിട്ട് ഇഞ്ചെക്ട് ചെയ്തിട്ട് ഇതിനെതിരായിട്ടുള്ള ഒരു ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്ത്, വാക്സിൻസിൻ്റെ ഒരു ആക്ച്വലി അതിൻ്റെ ഒരു ആക്ഷൻ എന്താ? ഫോർ എക്സാമ്പിൾ COVID-19 വാക്സിൻ നമ്മളെല്ലാവരും എടുത്തിട്ടുള്ളതല്ലേ. നമ്മൾ ആ ഒരു കൊറോണ അല്ലെങ്കിൽ COVID-19 ആൻറ്റിജൻ നമ്മുടെ ബോഡിയിൽ കയറിയിട്ട് നമ്മുടെ ബോഡി അതിനെതിരായിട്ട് പയ്യെ ആൻറ്റിബോഡി ഉണ്ടാക്കും. എന്നിട്ട് സബ്സീക്വൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആ ഒരു ടൈപ്പ് കൊറോണ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെതിരെയായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് എന്താണ്? അതൊരു പോളിസാക്കറൈഡ് ക്യാപ്സ്യൂളാണ്, അത് ആൻറ്റിഫാഗോസൈറ്റിക് ആണ്, എൻഹാൻസസ് വിറുലൻസ് ആണ്. പിന്നെ എന്താണ്? അതായത് വാക്സിനൊക്കെ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല. ഓക്കെ, ഡിവൈഡഡ് ഇൻറ്റു 13 സെറോളജിക് ഗ്രൂപ്പ്. 13 സെറോളജിക് ഗ്രൂപ്പായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഏതാണ്? ബേസ്ഡ് ഓൺ ആൻറ്റിജെനിസിറ്റി ഓഫ് ദിയർ ക്യാപ്സുലർ പോളിസാക്കറൈഡ്, അവരുടെ ആൻറ്റിജെനിസിറ്റി. സെക്കൻഡ് വൺ, മോസ്റ്റ് കോമൺ കോസ് ഓഫ് മെനഞ്ചൈറ്റിസ് ഓർ മെനഞ്ചോ കോക്കീമിയ. പിന്നെ അതിൽ വരുന്ന ഈ മെനഞ്ചൈറ്റിസിൻ്റെ ആ ഒരു കോസ് അത് പല ടൈപ്പ് ഉണ്ട്. ഗ്രൂപ്പ് A, B, C, Y, പിന്നെ W135. നമ്മൾ എന്താ പറയുക, ആൽഫ, ബീറ്റ, ഗാമ എന്നൊക്കെ നമ്മൾ സ്ട്രെപ്റ്റോകോക്കസിൽ പഠിച്ചോല്ലേ, അതുപോലെ തന്നെ. അപ്പോൾ ഗ്രൂപ്പ് A എന്ന് പറയുന്നത് ലീഡിങ് കോസ് ഓഫ് എപ്പിഡമിക് മെനഞ്ചൈറ്റിസ്. ഗ്രൂപ്പ് B, നോ ഇമ്മ്യൂണോജനിക് ഇൻ ഹ്യൂമൺ, നോട്ട് പാർട്ട് ഓഫ് വാക്സിൻ ദാറ്റ് കണ്ടെയ്ൻ ക്യാപ്സുലർ പോളിസാക്കറൈഡ്. അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ വാക്സിനിൽ എന്താണ് നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ ആ ഒരു പാർട്ട് ഓഫ് ഗ്രൂപ്പ് A ഉണ്ട്, ഗ്രൂപ്പ് B ഉണ്ട്. ഗ്രൂപ്പ് Bയിൽ എന്താണ്? പോളിസാക്കറൈഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂളാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാഗോസൈറ്റോസിസ് അവിടെ നടക്കത്തില്ല. അപ്പം നമ്മുടെ ബോഡിയിൽ ഫാഗോസൈറ്റോസിസ് നടക്കില്ലെങ്കിൽ വാക്സിനായിട്ട് അവിടെ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഗ്രൂപ്പ് A എന്ന് പറയുന്നത് എപ്പിഡമിക് മെനഞ്ചൈറ്റിസ് ആണ്.
ആ ഒരു എപ്പിഡമിക് മെനിഞ്ചൈറ്റിസിൻ്റെ ഒരു ലീഡിങ് കോസാണ് ഗ്രൂപ്പ് എ. പിന്നെ ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത് ഇമ്മ്യൂണോജനിക് അല്ല, വാക്സിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. പോളിസാക്രൈഡ് ക്യാപ്സ്യൂളുണ്ട്, സൈറ്റോട്ടിക് ആണ്, വിറുലൻസ് ഉണ്ട്, അതുപോലെ തന്നെ വാക്സിൻസിൽ യൂസ് ചെയ്യാം. 13 സെറോളജിക് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അതായത് ആൻറ്റിജെനിസിറ്റി അനുസരിച്ച്, അതുപോലെ തന്നെ കോസ് അനുസരിച്ച് ഗ്രൂപ്പ് എ, ബി, സി, വൈ അതൊക്കെയുണ്ട്. ഗ്രൂപ്പ് എ ആണ് കോമൺ കോസ് ഓഫ് എപ്പിഡമിക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. കൊറോണ വൈറസ് ഒരു എപ്പിഡമിക് ആയിരുന്നല്ലോ. എപ്പിഡമിക് ആണോ അതോ പാൻഡമിക് ആണോ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഓക്കെ. ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത് നോട്ട് ഇമ്മ്യൂണോജനിക് ഇൻ ഹ്യൂമൻ, നോട്ട് പാർട്ട് ഓഫ് വാക്സിൻ ദാറ്റ് കണ്ടെയ്ൻ ക്യാപ്സുലർ പോളിസാക്കറൈഡ്. ഓക്കെ. ഇനിയുള്ളതാണ് അതിൻ്റെ പാത്തോജെനസിസ് ആൻഡ് എപ്പിഡമോളജി എന്ന് പറയുന്നത്. മീൻസ് എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഡിസീസ് കോസ് ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഹ്യൂമൻ ഈസ് ഓൺലി നാച്ചുറൽ ഹോസ്റ്റ് ഓഫ് നെസേരിയ മെനിഞ്ചൈറ്റിസ്. അതായത് നമ്മൾ ഹ്യൂമൻ ബീൻസ് മാത്രമാണ് അതിൻ്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത്. വേറൊരു സാധനത്തിനെയും അത് അഫക്റ്റ് ചെയ്യത്തില്ല. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് ആർക്കാണ്? ഹ്യൂമൻ ബീൻസിന് മാത്രം വരുന്നൊരു അസുഖമാണ്. നമ്മൾ ഹ്യൂമൻ ബീൻസ് മാത്രമാണ് ഈ നെസേരിയ മെനിഞ്ചൈറ്റിസിൻ്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഹോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്വീകരിക്കാൻ നമ്മളാണ് ഹോസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയില്ല. അതായത് നമ്മളൊരു അവാർഡ് ഷോ നടത്തുവാണ്. നമുക്കൊരു സ്കൂളുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് കുറേ സ്കൂളിൽ നിന്ന് ഒരു പരിപാടി പങ്കെടുക്കാനായിട്ട് വരുന്നുണ്ട്. നമ്മളാണ് ആ ഒരു ഹോസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹ്യൂമൻ ബീൻസ് ആണ് ഒരു നാച്ചുറൽ ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? എയർബോൺ ഡ്രോപ്ലെറ്റ്, അതായത് വായു, എയർബോൺ ഡ്രോപ്ലെറ്റ് ആണ്. പിന്നെ കൊളനൈസേഴ്സ് ഓഫ് നാസോഫാരിങ്സ് ബിക്കം പാർട്ട് ഓഫ് ട്രാൻസിയൻ ഫ്ലോറ ഓഫ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്. അതായത് ഒരു നോർമൽ കമൻസാൽ പോലെ ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. കമൻസാൽ എന്ന് ഞാൻ ഓൾറെഡി ഇങ്ങനെ പറയുന്നത് അത് നാച്ചുറലായിട്ട് നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പം നമ്മൾ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോടാ. ആ ഒരു സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയിൽ അപ്പർ GI ട്രാക്റ്റിൽ നോർമലായിട്ടുള്ളൊരു പാർട്ടായിരുന്നു ഈ ഒരു നമ്മുടെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ഒരു 5 to 30% ഹ്യൂമൻ ബീൻസിൻ്റെ. അതുപോലെ തന്നെ ഈ ഒരു നാസോഫാരിങ്സിൽ, നമ്മുടെ ആ ഒരു നാസോഫാരിങ്സിൽ ഒരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ്, ആ ഒരു പോർഷനാണ് അതായത് നാസൽ ക്യാവിറ്റി ഫാരിങ്സ് എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ട്രാൻസിയൻ ഫ്ലോറ. ട്രാൻസിയൻ്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ പെർമനൻ്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയുമോ? ട്രാൻസിയൻ്റ് എന്ന് പറയുന്നത് അത് പെർമനൻ്റ് അല്ല, ടെമ്പററി ആയിട്ടൊക്കെ നിൽക്കും, ചിലപ്പോൾ പോവും, ചിലപ്പോൾ വരും, അങ്ങനെയുള്ളൊരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ യൂഷ്വലി അസിംറ്റമാറ്റിക് ആണ്. അസിംറ്റമാറ്റിക് എന്ന് പറയുന്നത് എന്താണ്? സിംറ്റംസ് ഒന്നും കാണിക്കത്തില്ല. സിംറ്റംസ് ഒന്നും കാണിക്കാത്തത് മീൻസ് നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുമായിരിക്കും നമുക്ക് ഇന്ന തലവേദന ഉണ്ടാവും, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ന്യൂമോണിയ വരുമ്പോൾ നമുക്ക് നല്ല പനി ഉണ്ടാവും, അതുപോലെ തന്നെ സ്പ്യൂട്ടമൊക്കെ ബ്ലഡി ആയിരിക്കും, അതായത് കഫത്തിൽ ബ്ലഡൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ സിംറ്റംസ് ഉണ്ടല്ലോ. പക്ഷേ ഈ ഒരു കേസസിൽ മെനിഞ്ചൈറ്റിസിന് സിംറ്റംസ് കാണിക്കത്തില്ല. ഓക്കെ. എൻ്റർ ബ്ലഡ് സ്ട്രീം ഫ്രം നാസോഫാരിങ്സ്, അതായത് നാസോഫാരിങ്സിൽ വഴി, ബ്ലഡ് വഴി, അതായത് നാസോഫാരിങ്സിലാണ് ഈ ഒരു ബാക്ടീരിയ മീൻസ് യൂഷ്വലി എയർ ഡ്രോപ്ലെറ്റ്സ് ആണല്ലോ. അപ്പോൾ എയർ ഡ്രോപ്ലെറ്റ്സ് വഴി നമ്മുടെ മൂക്കിലേക്ക് കയറും, എന്നിട്ട് അത് ബ്ലഡ് വഴി എൻ്റയർ ബോഡിയിലേക്കൊക്കെ പോവും. ഓക്കെ. സ്പ്രെഡ് ടു സ്പെസിഫിക് സൈറ്റ്, അവിടെ ഒരു സ്പെസിഫിക് സൈറ്റ്സ് ഉണ്ട്, മെനിഞ്ചസ് ആൻഡ് ജോയിൻറ്റ്. നമുക്കറിയാം ബ്രെയിൻ്റെ ഒരു പാർട്ടാണ് മെനിഞ്ചസ്, പിന്നെ ജോയിൻസിലും വരും. പിന്നെ ഡെസിമിനേറ്റഡ് ത്രൂ ഔട്ട് ദ ബോഡി, എന്നിട്ട് അത് എൻ്റയർ ബോഡിയിൽ വരുന്നത് ഏതാണ്? അതിനെയാണ് നമ്മൾ മെനിഞ്ചോ കോക്കീമിയ എന്ന് പറയുന്നത്. സ്പെസിഫിക് സൈറ്റും ഉണ്ട്. ആ ഒരു ഒന്ന് മെനിഞ്ചസ് നമ്മുടെ ബ്രെയിനിലുള്ളത്, പിന്നെ ഉള്ളത് ജോയിൻസിൽ, പിന്നെ എൻ്റയർ ബോഡിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിന് നമ്മൾ മെനിഞ്ചോ കോക്കീമിയ എന്ന് പറയും. ഓക്കെ. 5% പീപ്പിൾ ബിക്കം ക്രോണിക് കാരിയർ, അതായത് ഒരു 5% ആൾക്കാർ ഇതൊരു കാരിയറായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ COVID-19 എത്ര പേർക്കാണ് മീൻസ് ഹ്യൂമൻ ടു ഹ്യൂമൻ സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മെനിഞ്ചൈറ്റിസ് ഇൻ ഇൻഫൻസ് ഓൾഡർ ദാൻ 2 months, അതായത് യൂഷ്വലി കുഞ്ഞു കുട്ടികൾക്കൊക്കെ മെനിഞ്ചൈറ്റിസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ഏകദേശം 2 മാസമൊക്കെ പ്രായമുള്ള കുട്ടികൾക്ക്. അപ്പോൾ അത് മെയിനായിട്ടും വരുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ആ ഒരു ബാക്ടീരിയ വന്നു കഴിഞ്ഞാൽ ഇത് പിന്നീട് മെനിഞ്ചൈറ്റിസ് ആയിട്ട് മാറും. അതുപോലെ തന്നെ നമ്മുടെ നെസേറിയ മെനിഞ്ചൈറ്റിസ്, അത് യൂഷ്വലി
എന്താണ് ഗ്രൂപ്പ് എ എപ്പിഡമിക് മെനിഞ്ചൈറ്റിസ്, ഗ്രൂപ്പ് ബിയും വരാൻ ചാൻസ് ഉണ്ട്. അത് ബേസ്ഡ് അപ്പോൺ ആ ഒരു നമുക്ക് ഏതാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ബേസ്ഡ് അപ്പോൺ ആ ഒരു അവിടെ എന്താണോ ആ ഒരു ഇതായിരിക്കും ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒന്നുകൂടെ പറയാം, ഹ്യൂമണിന് മാത്രമാണ് ഒരു നാച്ചുറൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സ് ആണ്. വായുവിലൂടെ എയർബോൺ ഡ്രോപ്ലെറ്റ്സിലാണ്. പിന്നെ നാസോ ഫാരിങ്സിൽ നോർമലായിട്ട് കാണപ്പെടുന്ന ഒരു ട്രാൻസിയൻ്റ്, അതായത് എപ്പോഴും ഉണ്ടാവത്തില്ല, യൂഷ്വലി അസിംറ്റമാറ്റിക് ആണ്. ബ്ലഡ് വഴി ആണ് അത് യൂഷ്വലി സ്പ്രെഡ് ചെയ്യുന്നത്. മെനിഞ്ചസ് അതായത് തലയുടെ ഒരു പോർഷനാണ്, ബ്രെയിൻ്റെ ഒരു പോർഷനാണ്, ജോയിൻസിലും പോവും. അതുപോലെ തന്നെ എൻ്റയർ ബോഡിയിൽ അത് സ്പ്രെഡ് ചെയ്യും. എവിടെ അതിനെയാണ് നമ്മൾ മെനിഞ്ചോ കോക്കീമിയ എന്ന് പറയുന്നത്. പിന്നെ ഒരു 5% ആളുകളെങ്കിലും എന്താണ് ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. പിന്നെ ഇൻഫൻസ്, ഏകദേശം 2 മാസം പ്രായമായിട്ടുള്ളൊരു ഇൻഫൻസ് അല്ലെങ്കിൽ കുഞ്ഞുവാവ, അവർക്കൊക്കെ വരുന്നതിൻ്റെ മെയിൻ കാരണം ഒന്നെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഇതും പിന്നെ നെസേരിയ മെനിഞ്ചൈറ്റിസ്, അത് ഗ്രൂപ്പ് എ ആവാം ഗ്രൂപ്പ് ബിയും ആവാം. അപ്പോൾ അത്രയും നിങ്ങൾ ഓക്കെ ആണല്ലോ. പിന്നെ അടുത്തതാണ് 4 ഇമ്പോർട്ടൻറ്റ് വിറുലൻസ് ഫാക്ടർ. അതായത് ഈ ഒരു നമുക്കറിയാം നെസേരിയ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നതിനെ അത്രയും അപകടകരമായിട്ട് ഡിസീസ് കോസ് ചെയ്യാൻ പറ്റാനുള്ള കാരണം എന്താണ്? ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ക്യാപ്സ്യൂള്, പോളിസാക്രൈഡ് ക്യാപ്സ്യൂള്. ഓക്കെ, ചിലപ്പോൾ പിന്നെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ടോക്സിൻസ്, പിന്നെ എൻസൈംസ്, അതൊക്കെ വഴിയാണ് അത് യൂഷ്വലി അതിനത്രയും വിറുലൻസ് ആക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, 4 ഇമ്പോർട്ടൻറ്റ് വിറുലൻസ് ഫാക്ടർ ഉണ്ട്. ഫസ്റ്റ് ഒന്നാണ് പോളിസാക്രൈഡ് ക്യാപ്സ്യൂള്. അതായത് ഈ ഒരു പോളിസാക്രൈഡ് ക്യാപ്സ്യൂള് എന്താണ് ഫാഗോസൈറ്റോസിസ് നടക്കത്തില്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ എൻഡോടോക്സിൻ എന്താണ്? അത് ആ ഒരു നെസേരിയ മെനിഞ്ചൈറ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ടോക്സിനാണ്. അത് ഫീവർ, ഷോക്ക് ആൻഡ് പാത്തോഫിസിയോളജിക് ചേഞ്ചസ്, അതായത് എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ ഫീവറോ ഷോക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് അല്ലെങ്കിൽ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിരിക്കാം. ഓക്കെ, നമ്മുടെ ബോഡിയിൽ അതായത് ഫോർ എക്സാമ്പിൾ പല ടൈപ്പ് ഷോക്ക് ഉണ്ട്, അനഫിലാറ്റിക് ഷോക്ക്, അതൊക്കെ മേ ബി അതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ IgA പ്രോട്ടീസ് help bacteria to attach the membrane of upper respiratory tract, cleave secretory IgA. ഈ ക്ലീവ്സ് എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്യാന്നാട്ടോ അർത്ഥം. അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ IgA പ്രോട്ടീസ് എന്ന് പറയുന്ന ഒരു എൻസൈം അതിൻ്റെ ബോഡിയിൽ ഉള്ളതുകൊണ്ട് തന്നെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഈ ഒരു നെസേരിയ മെനിഞ്ചൈറ്റിസിനെ അറ്റാച്ച് ചെയ്യാനായിട്ട് സഹായിക്കും. അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് അത് ഓക്കെ കുറച്ച് നാളത് പോയാൽ ഓക്കെ, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് അത് അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ IG ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ നമ്മുടെ ആൻറ്റിബോഡി എന്ന് പറയുന്നത് ക്ലീവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യും എന്നാണ് അർത്ഥം. ഇനി അടുത്തതാണ് ഫാക്ടർ H ബൈൻഡിങ് പ്രോട്ടീൻ അല്ലെങ്കിൽ FHBP. അപ്പോൾ ബൈൻഡ് ഫാക്ടർ H, ഇൻഹിബിറ്റേഴ്സ് ഓഫ് കോംപ്ലിമെൻറ്റ് C3b, ഇറ്റ്സ് പ്രസൻസ് ഓൺ ദ സർഫസ് ഓഫ് മെനിഞ്ചോകോക്കെ റെഡ്യൂസസ് ഓപ്സണൈസേഷൻ. അപ്പോൾ ഇത് ജസ്റ്റ് ഇത്രയും ഞാൻ നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് 4 ഇമ്പോർട്ടൻറ്റ് വിറുലൻസ് ഫാക്ടർ ഏതൊക്കെയാണ്? പോളിസാക്രൈഡ് ക്യാപ്സ്യൂൾ, എൻഡോടോക്സിൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻ IgA പ്രോട്ടീസ്, ഫാക്ടർ H ബൈൻഡിങ് പ്രോട്ടീൻ, അത്ര നോക്കുക. പിന്നെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഗ്രൂപ്പ് സ്പെസിഫിക് ആണ്. അതായത് ഇമ്മ്യൂണിറ്റി എഗനസ്റ്റ് ഓൺ ഗ്രൂപ്പ് യെറ്റ് സസെപ്റ്റബിൾ ടു ഇൻഫെക്ഷൻ ബൈ അനദർ ഗ്രൂപ്പ്. Resistance to disease correlates to the presence of antibody to the capsular polysaccharide. Okay, most carriers develop antibody titer against it within 2 weeks of colonization. Complement deficiency, that is late acting complement C6 to C7, increases the rate of meningococcal bacteremia. അപ്പോൾ ഇത്ര നോക്കിയാൽ മതി. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഗ്രൂപ്പ് സ്പെസിഫിക് ആണ്. ആൻഡ് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ടു ഡിസീസ് കോറിലേറ്റ് ടു ദ പ്രസൻസ് ഓഫ് ആൻറ്റിബോഡി ടു ദ ക്യാപ്സുലർ പോളിസാക്രൈഡ്. അതായത് ഈ ഒരു ഡിസീസിൻ്റെ റെസിസ്റ്റൻസ് അവിടെ നമ്മൾക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാപ്സ്യൂളിലുള്ള ആൻറ്റിബോഡിയുടെ പ്രസൻസ് അനുസരിച്ചാണ്. പിന്നെ മോസ്റ്റ് കാരിയേഴ്സ്, അതായത് ഈ ഒരു നമ്മുടെ നെസേരിയ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രാം നെഗറ്റീവ് കോക്ക് ക്യാരി ചെയ്തിട്ടുള്ളത്
ആൻറ്റിബോഡി അതായത് ഡെവലപ്പ് ആൻറ്റിബോഡി ടൈറ്റർ എഗനസ്റ്റ് ഇറ്റ് വിത്തിൻ 2 weeks ഓഫ് കോളനൈസേഷൻ. അതായത് 2 വീക്കിനുള്ളിൽ എന്താണ് ആൻറ്റിബോഡി ടൈറ്റർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. പിന്നെ കോംപ്ലിമെൻറ്റ് ഡെഫിഷ്യൻസി, അതായത് ലേറ്റ് ആക്ടിങ്, അതായത് ഇത് പെട്ടെന്ന് അങ്ങനെ ആക്ട് ചെയ്യത്തില്ല ഇതിനെതിരെയായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മെനിഞ്ചോകോക്കൽ ബാക്ടീരിയമ എന്താണെന്നാണ് ഞാൻ പറഞ്ഞു തന്നെ, അതായത് ബ്ലഡിൽ ബാക്ടീരിയയുടെ പ്രസൻസ്, അതായത് ബ്ലഡിൽ കൂടുതൽ ഈ നെസേരിയ മെനിഞ്ചൈറ്റിസ് വരും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നോടെ നോക്കാം. നെസേരിയ മെനിഞ്ചൈറ്റിസിൻ്റെ വേറൊരു പേരാണ് മെനിഞ്ചോകോക്കെ. ഇതുവഴി വരുന്ന ഡിസീസാണ് മെനിഞ്ചൈറ്റിസ്, മെനിഞ്ചോകോക്കീമിയ. ഇതിൻ്റെ ക്യാപ്സ്യൂള് പോളിസാക്കറൈഡ് ആണ്, ആൻറ്റി ഫാഗോസൈറ്റോട്ടിക് ആണ്, വിറുലൻസ് കൂട്ടും, അതുപോലെ തന്നെ ഇമ്മ്യൂണോജനായിട്ട് ആക്ട് ചെയ്യാം. 13 സെറോളജിക് ഗ്രൂപ്പ് ഉണ്ട്. അവരുടെ ക്യാപ്സുല പോളിസാക്കറൈഡിൻ്റെ ആൻറ്റിജെനിസിറ്റി അനുസരിച്ചാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഗ്രൂപ്പ് എ, ബി, സി, വൈ ഒക്കെ ഉണ്ട്. പിന്നെ ഗ്രൂപ്പ് എ എന്ന് പറയുന്ന എപ്പിഡമിക് മെനിഞ്ചൈറ്റിസും ഗ്രൂപ്പ് ബി എന്ന് പറയുന്ന ഇമ്മ്യൂണോജനിക് അല്ല. പിന്നെ ഹ്യൂമൺ ആണ്, ഓൺലി നാച്ചുറൽ ഹോസ്റ്റ്, എയർബോൺ വഴി വരും. നാസോഫാരിങ്സിൽ നോർമലായിട്ടുള്ളതാണ്. പിന്നെ അസിംറ്റമാറ്റിക് ആണ് ആൻഡ് ബ്ലഡ് വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അത് മെനിഞ്ചസിലും ജോയിൻസിലും സ്പ്രെഡ് ചെയ്യും. എൻ്റയർ ബോഡിയിൽ സ്പ്രെഡ് ചെയ്യുന്നതിന് നമ്മൾ മെനിഞ്ചോകോക്കീമിയ എന്ന് വിളിക്കും. 5% ആളുകൾ കാരിയർ ആയിരിക്കും. പിന്നെ ഇൻഫൻസ് 2 months ഓൾഡർ ഉള്ളവർക്ക് മെനിഞ്ചൈറ്റിസ് വരാനുള്ള റീസൺ ഒന്ന് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, പിന്നെ നെസേരിയ മെനിഞ്ചൈറ്റിസ് ആണ്. 4 ഇമ്പോർട്ടൻറ്റ് വിറുലൻസ് ഫാക്ടർ ഏതൊക്കെയാണ്? പോളിസാക്കറൈഡ് ക്യാപ്സ്യൂൾ, എൻഡോടോക്സിൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻ, IgA പ്രോട്ടീസ്, അതായത് ക്ലീവ് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്യും. പിന്നെ ഫാക്ടർ H ബൈൻഡിങ് പ്രോട്ടീൻ. ഓക്കെ, പിന്നെ ഗ്രൂപ്പ് സ്പെസിഫിക് ആണ്. അതിൻ്റെ റെസിസ്റ്റൻസ് അത് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാപ്സ്യൂളിലുള്ള പോളിസാക്കറൈഡ് ക്യാപ്സ്യൂളാണല്ലോ, അതിലുള്ള അതായത് ഇതിനെതിരെയായിട്ട് ആൻറ്റിബോഡി നമ്മുടെ ബോഡി ഉറപ്പായിട്ടും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്താ പറഞ്ഞാൽ അവിടെ ഫാഗോസൈറ്റോസിസ് നടക്കത്തില്ല, ബ്രേക്ക് ചെയ്യത്തില്ല. പക്ഷേ ഈ ഒരു ക്യാപ്സ്യൂളിൽ ആയിരിക്കും ഒരു ആൻറ്റിബോഡി ഇങ്ങനെ എന്താ പറയുന്നത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്, ക്യാരിയേഴ്സ് ആൻറ്റിബോഡി ടൈറ്റർ 2 വീക്ക്, ഇത് വന്നു കഴിഞ്ഞിട്ട് 2 വീക്കിന് അകം ആൻറ്റിബോഡി ടൈറ്റർ ഉണ്ടാക്കും. അതുപോലെ തന്നെ കോംപ്ലിമെൻറ്റ് ഡെഫിഷ്യൻസി, അതായത് ലേറ്റ് ആക്ടിങ് കോംപ്ലിമെൻറ്റ്, അങ്ങനെ പെട്ടെന്ന് ആക്ട് ചെയ്യത്തില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡിൽ ഈ മെനിഞ്ചോകോക്കൽ ബാക്ടീരിയയുടെ റേറ്റ് കൂടും. ഇനിയുള്ളതാണ് ക്ലിനിക്കൽ ഫൈൻഡിങ്സ്. 2 most important manifestation are meningitis and meningococemia. വാട്ടർഹൗസ് ഫ്രൈഡറിച്സൺ സിൻഡ്രോം, അതായത് ഒരു വാട്ടർഹൗസ് അല്ലെങ്കിൽ ഫ്രൈഡറിച്സൺ സിൻഡ്രോം എന്ന് പറയുന്നു. അതൊരു ലൈഫ് ത്രെട്ടനിങ് ഫോം ഓഫ് മെനിഞ്ചോകോക്കീമിയ ആണ്. അത് സ്കിൻ ഡിസീസാണ്. നമുക്കറിയാം ആദ്യം നാസോഫാരിങ്സിൽ വന്നിട്ട് ബ്ലഡ് വഴി എൻ്റയർ ബോഡിയിൽ സ്പ്രെഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വാട്ടർഹൗസ് അല്ലെങ്കിൽ ഫ്രൈഡറിച്സൺ സിൻഡ്രോം എന്നൊക്കെ പറയുന്നത്. അതൊരു ലൈഫ് ത്രെട്ടനിങ് ആണ്, ജീവന് പകരം, അതായത് ഡെത്ത് വരെ സംഭവിക്കാൻ പറ്റുന്നതാണ്. ഇത് ഫസ്റ്റായിട്ട് അത് ഹൈ ഫീവർ ഉണ്ടാവും, അതുപോലെ തന്നെ ഷോക്ക് ഉണ്ടാവും, വൈറ്റ് സ്പ്രെഡ് പർപ്പൂര ഉണ്ടാവും, DIC, ത്രോംബോസൈറ്റോപീനിയ, അഡ്രിനൽ ഇൻസഫിഷ്യൻസി, DIC എന്താണെന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ബാക്ടീരിയമ റിസൾട്ട്സ് ഇൻ സീഡിങ് ഓഫ് മെനി ഓർഗൻസ് ദാറ്റ് ഈസ് മെനിഞ്ചസ്. അതായത് ബ്ലഡിൽ ഈ ഒരു നെസേരിയ മെനിഞ്ചൈറ്റിസ് കൂടിയിട്ട് അത് മെനിഞ്ചസിൽ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് PMN ഇൻ സ്പൈനൽ ഫ്ലൂയിഡ്, പിന്നെ ഫീവർ, ഹെഡ് ഏക്ക്, സ്റ്റിഫ് നെക്ക്, അതായത് നെക്കൊക്കെ ഭയങ്കര സ്റ്റിഫായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, DICയും അതുപോലെ PMNഉം എന്താണ്, സ്പൈനൽ കോഡിൽ എന്താണ് എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരിക. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ തന്നെ അത് പറഞ്ഞുതരാം. ഓക്കെ, എടാ സോറി, എന്തോ പറ്റി, മൈക്ക് സൗണ്ട് കിട്ടുന്നില്ല. അപ്പം DIC എന്ന് പറയുന്നത് ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയോഗുലേഷൻ, അതായത് അവിടെ അൺകൺട്രോൾഡ് ബ്ലീഡിങ് ഉണ്ടാവും. അതായത് അവിടെ അൺകൺട്രോൾഡ് ബ്ലീഡിങ് ഉണ്ടാവുമെന്ന് മാത്രം ഓർത്തിരിക്കുക കേട്ടോ. ഞാനത് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, പക്ഷേ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, സൗണ്ട് ഇല്ലാത്തത് പിന്നീടാണ് അറിയാവുന്നത്. അപ്പോൾ DIC അതാണ് അൺകൺട്രോൾഡ് ബ്ലീഡിങ്. പിന്നെ PMN എന്ന് പറയുന്നത് പോളിമോർഫോ ന്യൂക്ലിയർ സെൽസ് ആണ്.
മെയിൻലി ന്യൂട്രോഫിൽസ് ആണ്. അവിടെ ഈ ഒരു സ്പൈനൽ കോഡിൽ ആ ഒരു ഇത് കാണുവാണെങ്കിൽ, അതായത് PMN സ്പൈനൽ കോഡിൽ കാണുവാണെങ്കിൽ അവിടെ എന്താണ്, ഇൻഫെക്ഷൻ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ജസ്റ്റ് ഇത് രണ്ടും എന്താണെന്ന് പറയാൻ വേണ്ടിയാട്ടോ ഞാനത് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഓക്കെ, നിങ്ങളിത് നോക്കുക കേട്ടോ. അപ്പോൾ പോളിമോർഫോ ന്യൂക്ലിയർ സെൽസ് എന്ന് പറയുന്നത് ന്യൂട്രോഫിൽസിലുള്ളതാണ്, സ്പൈനൽ കോഡിലാണ്. അത് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ, അതായത് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ സ്പൈനൽ അബ്സസ് എന്നാണ് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ദെയർ പ്രസൻസ് ഓക്കെ. പിന്നെ ലാബ് ഡയഗ്നോസിസ് ആണ്. സ്മിയർ ആൻഡ് കൾച്ചർ ഓഫ് ബ്ലഡ് ആൻഡ് സ്പൈനൽ കോഡ് സാമ്പിൾസ് നോക്കും. അതുപോലെ തന്നെ പ്രീസംപ്റ്റീവ് ഡയഗ്നോസിസ് ക്യാൻ ബി മെയ്ഡ് ഇഫ് ഗ്രാം നെഗറ്റീവ് കോക്കി സീൻ ഇൻ CSF ഓഫ് സ്പൈനൽ ഫ്ലൂയിഡ്. അതുപോലെ തന്നെ എന്താണ്, ഗ്രോ ബെസ്റ്റ് ഓൺ ചോക്ലേറ്റ് അഗറിൽ നല്ലപോലെ അത് ഗ്രോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചോക്ലേറ്റ് അഗർ എന്താണെന്ന് നമുക്കറിയാലോ. ഓക്കെ, അതായത് ബ്ലഡ് നല്ലപോലെ ഹീറ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ് ഈ ചോക്ലേറ്റ് അഗർ എന്ന് പറയുന്നത്. അത് ഏകദേശം 37 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്യുന്നുണ്ട്. അതുവഴി എന്താണ്, നമ്മുടെ ഈ ഒരു നെസേറിയ മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ ആ ഒരു ഇത് നല്ലപോലെ ഗ്രോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നെസേറിയ മെനിഞ്ചൈറ്റിസ് ഗൊണോറിയം തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൾച്ചറിൽ നോക്കിക്കഴിയുമ്പോൾ മാൾട്ടോസ് നമ്മുടെ നെസേറിയ മെനിഞ്ചൈറ്റിസ് നല്ലപോലെ ഫെർമെൻറ്റ് ചെയ്യും അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യും. ഗൊണോറിയ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ മാൾട്ടോസ് ഫെർമെൻറ്റ് ചെയ്യത്തില്ല. പക്ഷേ ഈ ഒരു 2 മെനിഞ്ചൈറ്റിസും ഗൊണോറിയയും ഗ്ലൂക്കോസ് എന്താണ് അവിടെ ഫെർമെൻറ്റ് ചെയ്യും. പിന്നെ ഇമ്മ്യൂണോ ഫ്ലൂറസെൻസ് വഴി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പ്രൊസീജിയർ ഓഫ് റാപ്പിഡ് ഡയഗ്നോസിസ് ലാറ്റസ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് നമുക്ക് ഇതുവഴിയും ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സ്മിയറും കൾച്ചറും വഴി പറ്റും. അതുപോലെ തന്നെ CSFൽ, അതായത് സ്പൈനൽ കോഡിൻ്റെ CSFൽ ഇതുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇതാണ്. ഇനിയുള്ളതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് നമ്മൾ GHൽ കണ്ടിട്ടുണ്ടാവും. GHൽ മാത്രമല്ല, ഹോസ്പിറ്റലിൽ സെഫ്ട്രിക്സോൺ എന്ന് പറയുന്ന പെനിൻസിലിൻ ജീൻ, അതുപോലെ തന്നെ പെനിൻസിലിൻ G ആയിട്ട് അതൊക്കെയാണ്. പിന്നെ പ്രിവെൻഷൻ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, കീമോ പ്രൊഫലാക്സിസ്, അതായത് വരുന്നതിന് മുമ്പ് തടയുക. പിന്നെ ഇമ്മ്യൂണൈസേഷൻ, പ്രൊഫലാക്സിസിന് നമ്മൾ റൈഫാമ്പിൻ, അതുപോലെ തന്നെ അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ലാബ് ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെസേറിയ ഗൊണോറിയനെ പറ്റി പറയാം കേട്ടോ. കാരണം